നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഏറ്റവും വലിയ ആണവശക്തിയായ റഷ്യ തങ്ങളുടെ യുദ്ധതന്ത്രങ്ങൾ മാറ്റുന്നു. ഹൈബ്രിഡ് യുദ്ധരീതിക്ക് പുറമെ ഇപ്പോൾ പുടിന്റെ തലയിൽ ഉദിച്ചിരിക്കുന്നത് ഗ്രേ സോൺ എന്ന ഒരു യുദ്ധമുറയാണ്. ഒരു ആണവ യുദ്ധം പ്രതീക്ഷിച്ച പാശ്ചാത്യ രാജ്യങ്ങൾക്ക് മുന്നിൽ റഷ്യ ഇത്തരത്തിലുള്ള പോർമുഖമാണ് ഇപ്പോൾ തുറന്നിരിക്കുന്നത്. ഗ്രേ സോൺ യുദ്ധത്തിൽ പരസ്യമായ യുദ്ധത്തിൽ നേരിട്ട് ഏർപ്പെടില്ല. തങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ എതിരാളികൾ സൈബർ ആക്രമണങ്ങൾ, സാമ്പത്തിക ബലപ്രയോഗം, പ്രോക്സി സംഘർഷങ്ങൾ തുടങ്ങിയ തന്ത്രങ്ങളാണ് പ്രയോഗിക്കുന്നത്. മാത്രമല്ല, സാധാരണക്കാരുടെ സ്വത്തിനും ജീവനും ഭംഗം വരുത്തിക്കൊണ്ടുള്ള യുദ്ധത്തിന് പുടിന് ആദ്യമേ തന്നെ താൽപ്പര്യമില്ലായിരുന്നു. എന്നാൽ യുക്രൈനിന്റെ പ്രകോപനത്തെ തുടർന്നാണ് പുടിന് യുക്രൈനിലേക്ക് ആണവ മിസൈൽ പായിക്കേണ്ടി വന്നത്. അതിനാൽ എതിരാളികൾ പ്രകോപിപ്പിച്ചില്ല എങ്കിൽ നയതന്ത്രപരമായ യുദ്ധമുറയായിരിക്കും പുടിൻ സ്വീകരിക്കുക. പുടിന്റെ ഇത്തരത്തിലുള്ള യുദ്ധരീതി കണ്ട് അമേരിക്കയും പാശ്ചാത്യ ശക്തികളും ഇപ്പോൾ പകച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ യുക്രൈനിലേക്ക് റഷ്യ ഹൈപ്പർസോണിക് മിസൈൽ ആക്രമണം നടത്തിയെങ്കിലും തുടർന്നുള്ള ആണവ ആക്രമണങ്ങൾക്ക് സാധ്യത ഇല്ല എന്ന നിഗമനത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് അമേരിക്കൻ ഇന്റലിജൻസ്. റഷ്യയിലേക്ക് അമേരിക്കൻ ആയുധങ്ങൾ ഉപയോഗിച്ച് യുക്രൈന് ആക്രമണം നടത്താമെന്നുള്ള അമേരിക്കയുടെ തീരുമാനം ആണവ ആക്രമണത്തിന്റെ സാധ്യത വർദ്ധിപ്പിച്ചിട്ടില്ല എന്നാണ് അമേരിക്കൻ ഇന്റലിജൻസ് വകുപ്പിന്റെ നിഗമനം. എന്നാൽ യുക്രൈന് ലഭിക്കുന്ന പിന്തുണയുടെ പേരിൽ പാശ്ചാത്യ രാജ്യങ്ങളിൽ സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നതിനായി റഷ്യ യൂറോപ്യൻ രാജ്യങ്ങൾക്കെതിരെ അട്ടിമറി പ്രചാരണം വ്യാപിപ്പിക്കാൻ സാധ്യതയുണ്ട് എന്ന് ഇവർ പറയുന്നു. യുദ്ധവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 7 മാസത്തെ അമേരിക്കൻ ഇന്റലിജൻസ് വിലയിരുത്തലുകൾ അനുസരിച്ചാണ് റഷ്യ കൂടുതൽ ആക്രമണങ്ങൾക്ക് മുതിരില്ല എന്ന വിലയിരുത്തലുകൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതേസമയം യുദ്ധത്തെക്കുറിച്ചുള്ള അന്താരാഷ്ട്ര ആശങ്കകൾ നിലനിൽക്കുമ്പോൾ തന്നെ റഷ്യയുടെ നീക്കങ്ങൾ ശക്തമായ നിരീക്ഷണത്തിനും പ്രതികരണത്തിനും വിധേയമാകുന്നു എന്ന് വേണം അനുമാനിക്കാൻ. ആയുധങ്ങൾ സംബന്ധിച്ച് പ്രസിഡന്റ് ജോ ബൈഡൻ തന്റെ നിലപാട് മാറ്റിയതിനെ തുടർന്ന് പുടിൻ തന്റെ തീരുമാനത്തിന് ചെറുതായി അയവ് വരുത്തിയതായാണ് സൂചന. കഴിഞ്ഞയാഴ്ച റഷ്യ വിക്ഷേപിച്ച ഒരു പുതിയ ബാലിസ്റ്റിക് മിസൈൽ അമേരിക്കയ്ക്കും സഖ്യകക്ഷികൾക്കും ഒരു മുന്നറിയിപ്പിന് മാത്രം ഉദ്ദേശിച്ചതായി വിശകലന വിദഗ്ധർ പറഞ്ഞിരുന്നു. ഇതുകൊണ്ട് തന്നെ പുടിൻ മറ്റൊരു ആണവാക്രമണത്തിന് തുനിയില്ല എന്നാണ് ഇവരുടെ വാദം. റഷ്യയിലേക്ക് മിസൈൽ തൊടുത്തുവിട്ടാൽ പുടിൻ എങ്ങനെ പ്രതികരിക്കും എന്നതിനെക്കുറിച്ചുള്ള ആശങ്കകളും അനിശ്ചിതത്വവും അമേരിക്കൻ പ്രതിരോധ വകുപ്പിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടിയിരുന്നു. വൈറ്റ് ഹൌസ്, പെന്റഗൺ, സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് എന്നിവയുൾപ്പെടെയുള്ള വകുപ്പുകളിലെ ചില മുതിർന്ന ഉദ്യോഗസ്ഥർ അമേരിക്കയ്ക്കും സഖ്യകക്ഷികൾക്കുമെതിരെ റഷ്യ അതിശക്തമായ ആക്രമണം അഴിച്ചുവിടുമെന്ന് ഭയന്നിരുന്നു. എന്നാൽ റഷ്യയിലേക്ക് ഉത്തര കൊറിയൻ സൈനികർ എത്തിയതോടെ ഭീതിയിലായ ബൈഡൻ ഒരു മുൻകരുതൽ എന്ന രീതിയിലാണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനമെടുക്കാൻ തയ്യാറായത് എന്ന് അമേരിക്കൻ പ്രതിരോധ വകുപ്പിലെ ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടി. എന്നാൽ റഷ്യ തങ്ങളുടെ കൈവശമുള്ള ആണവായുധങ്ങൾ പുറത്തെടുക്കുമെന്ന ആശങ്കയിൽ തന്നെയായിരുന്നു അമേരിക്കയിലെയും സഖ്യരാജ്യങ്ങളിലെയും ഒരു വിഭാഗമെങ്കിലും ഉദ്യോഗസ്ഥർ. ഇതേസമയം റഷ്യ രഹസ്യതന്ത്രങ്ങൾ ഉപയോഗിച്ച് പാശ്ചാത്യ രാജ്യങ്ങൾക്കെതിരായി പ്രതികരിക്കാനുള്ള സാധ്യത കുറച്ചുകൂടി ആശങ്കയും വർദ്ധിപ്പിക്കുന്നുണ്ട്. പുടിൻ നേരിട്ടുള്ള യുദ്ധമുറകളായിരിക്കില്ല സ്വീകരിക്കുക എന്നും ഒരു സൈബർ യുദ്ധമായിരിക്കും റഷ്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുക എന്നും അമേരിക്കൻ ഇന്റലിജൻസ് മുന്നറിയിപ്പ് നൽകുന്നു. അങ്ങനെയെങ്കിൽ പ്രധാനമായും അമേരിക്കയുടെയും പാശ്ചാത്യ രാജ്യങ്ങളുടെയും സാമ്പത്തിക സംവിധാനങ്ങൾ ലക്ഷ്യമാക്കിയും വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ചും റഷ്യ പണി കൊടുക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ അമേരിക്ക ഭയപ്പെടുന്നത്. ജോർജ് ടൗൺ സർവകലാശാലയിലെ യൂറോപ്യൻ പഠന വിഭാഗത്തിന്റെ ഡയറക്ടർ ഏഞ്ചല സ്റ്റെന്റ് റഷ്യയുടെ ചതുരംഗ തന്ത്രങ്ങളിൽ ഹൈബ്രിഡ് പ്രതികാരത്തിന്റെ സാധ്യത ചൂണ്ടിക്കാട്ടിയിരിക്കുകയാണ്. റഷ്യയുടെ ഹൈബ്രിഡ് യുദ്ധത്തിൽ തങ്ങളുടെ എതിരാളികൾക്കെതിരെയുള്ള സൈനിക ആക്രമണങ്ങൾക്കൊപ്പം സൈബർ ആക്രമണങ്ങൾ, വ്യാജ വിവര പ്രചാരണങ്ങൾ, തെളിവ് നശിപ്പിക്കൽ എന്നിവ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതേസമയം യൂറോപ്യൻ രാജ്യങ്ങൾക്കുള്ളിൽ രാഷ്ട്രീയമായും സാമ്പത്തികമായും അസ്ഥിരത ഉണ്ടാക്കാൻ റഷ്യ ശ്രമിക്കുമെന്ന് വിദഗ്ധരും മുന്നറിയിപ്പ് നൽകി. അമേരിക്കയുടെ കണക്കനുസരിച്ച് ഉത്തര കൊറിയയിൽ നിന്ന് റഷ്യയിലേക്ക് 11,000-നും 12,000-നും ഇടയിൽ സൈനികർ എത്തിയിട്ടുണ്ട്. 2022 തുടക്കത്തിൽ റഷ്യ യുക്രൈനെതിരായുള്ള സൈനിക നീക്കം ആരംഭിച്ചതു മുതൽ റഷ്യയുടെ ആണവായുധങ്ങളെക്കുറിച്ചുള്ള ഭീതിയിലായിരുന്നു അമേരിക്കൻ പ്രതിരോധ സേന എന്ന് നയതന്ത്രജ്ഞ വിദഗ്ധർ വിലയിരുത്തുന്നു. വൈറ്റ് ഹൌസിലെയും പെന്റഗണിലെയും ചില ഉദ്യോഗസ്ഥർ റഷ്യയ്ക്കുള്ളിൽ മിസൈലുകൾ ഉപയോഗിക്കാൻ അനുവദിക്കുന്നത് യുക്രൈനെയും അമേരിക്കയെയും അമേരിക്കൻ സഖ്യകക്ഷികളെയും ഒരുപോലെ അപകടത്തിലാക്കുമെന്ന് വാദിച്ചിരുന്നു. എന്നാൽ ഇവർ ഭയപ്പെട്ട പോലെ തന്നെയാണ് സംഭവിച്ചത്. യുക്രൈനെ പിന്തുണയ്ക്കുന്ന പാശ്ചാത്യ രാജ്യങ്ങൾക്കെതിരെ റഷ്യ ഇപ്പോൾ തന്ത്രപ്രധാനമായ നീക്കങ്ങളാണ് നടത്തുന്നത്.
പ്രധാനമായും അട്ടിമറിയിലും ഗ്രേ സോൺ യുദ്ധത്തിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ് പുടിൻ. ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ പ്രകാരം റഷ്യ തന്റെ രഹസ്യാന്വേഷണ ശൃംഖലയെ ഉപയോഗിച്ച് പുതിയ തന്ത്രങ്ങൾ വികസിപ്പിക്കുന്നതായി സൂചനയുണ്ട്. പാശ്ചാത്യ രാജ്യങ്ങളിലെ പൊതുജനങ്ങളെ പരിഭ്രാന്തിയിലാക്കാൻ വ്യാജ വാർത്തകളും പ്രചാരണങ്ങളും വ്യാപകമായി പ്രയോഗിക്കുന്നു. ഗ്രേ സോൺ യുദ്ധം എന്നാൽ സാധാരണ യുദ്ധങ്ങൾക്കും പരമ്പരാഗത നയതന്ത്ര തർക്കങ്ങൾക്കും ഇടയിലുള്ള ചില പ്രവർത്തനങ്ങൾക്കുള്ള ഒരു പ്രയോഗം മാത്രമാണ്. റഷ്യയുടെ ഈ ഗ്രേ സോൺ യുദ്ധതന്ത്രത്തിൽ കാലിടറി വീണിരിക്കുകയാണ് അമേരിക്കയും സഖ്യകക്ഷികളും. മലയാളി വാർത്ത ഇൻസൈഡ്.